ബോക്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് അത്ലറ്റ്സ് ഉണ്ട്, നല്ല നല്ല ബോക്സേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ബോക്സേഴ്സിന് ഇനി നാളേക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു വഴി തുറന്നു കൊടുക്കാൻ ഈ KDBCൻ്റെ ഈ ഒരു മത്സരത്തിൽ നമുക്ക് സാധിക്കും. 100% ഷുവറാണ്. കാരണം ഇതൊരു റെക്കഗ്നൈസ്ഡ് ആയിട്ടൊരു ഓർഗനൈസേഷൻ അണ്ടറിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ല പ്രൊഫഷണൽ രംഗത്തുള്ള മത്സരങ്ങളിലേക്ക് നമ്മളെ കുട്ടികളെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. ഇപ്പം കാലിക്കറ്റിലുള്ള ഒരാൾക്ക് പ്രൊഫഷണൽ ബോക്സിംഗ് കാണണമെങ്കിൽ അത് ബാംഗ്ലൂർ, ചെന്നൈ, പൂനെ ഇവിടെ എല്ലാം പോയാൽ ഒരു പ്രൊഫഷണൽ ബോക്സിംഗ് കാണാൻ കഴിയും. നല്ലൊരു ഫൈറ്റ് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങൾ നൽകുന്നത്. ഇന്ന് വരെ കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു ബോക്സിംഗ് ഇവൻ്റ് ആയിരിക്കും ഇത്. കാരണം നല്ല ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ബോക്സിങ്ങിലല്ല, അല്ലാതെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു 6 years വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഫൈറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫൈറ്റ് എല്ലാവർക്കും കാണാം. ഭയങ്കര പ്രൗഡാണ് സ്വന്തം നാട്ടിലിങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ. പിന്നെ വളരെ വലിയ താങ്ക്സ് ഉണ്ട് KDBCക്കും ഇന്ത്യൻ ബോക്സിംഗ് കൗൺസിലിനും പിന്നെ എൻ്റെ കോച്ചസിനും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ നാട്ടുകാർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട്. എങ്ങനെയാണെങ്കിലും അടിക്കണം, നല്ല രീതിയിൽ ചെയ്യണം എന്നാണ് എൻ്റെത്. ഞാൻ ഫസ്റ്റ് പ്രോ ആണ് എൻ്റെ. അപ്പോൾ എക്സ്പീരിയൻസ് പ്ലെയറിനോടാണ് കളിക്കാനുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് കളിക്കും. കേരളത്തെ റെപ്രസെൻ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു അഭിമാനമുണ്ട്. കാരണം കേരളത്തിന് വേണ്ടി ഇറങ്ങാൻ പറ്റിയല്ലോ, ആ ഒരു അഭിമാനമുണ്ട്. അപ്പോൾ നാളെ കേരളത്തിൻ്റെ ഒരു വിജയം ആഘോഷിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചാമ്പ്യൻഷിപ്പ് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഫൈറ്റേഴ്സിന് ഇങ്ങനെ ഒരു റിങ് കിട്ടുന്നത്, ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതൊക്കെ വളരെ വലിയ ഫൈറ്റ് നൈറ്റ് സീസൺ 1 ആണ്. സോ വൺസ് അഗൈൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഏവരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ക്ഷണിക്കുകയാണ്. ഇതായ ഒരു കാര്യമല്ല, ഞാൻ ലാസ്റ്റ് ഒരു 5-6 കൊല്ലമായി ബോക്സിംഗ് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോമ്പറ്റീഷനും ഇറങ്ങുന്നുണ്ട്, അതിനെ രീതിയിലായിട്ട് തന്നെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് പ്രോ ബോക്സിംഗ് ആണ്. അപ്പോൾ നല്ല പ്രിപ്പയർഡാണ്. ഇത് നമ്മളെ പാഷനാണല്ലോ, അതിന് ഇഷ്ടത്തോടെ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൽ റിസൾട്ടിനെ കുറിച്ചിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സന്തോഷം, സമാധാനം, നാളെ ഇടി, അത്രേ ഉള്ളൂ. मेरे को अच्छा लग रहा है केरला में आके. मेरा फर्स्ट टाइम है केरला के सामने फाइट, तो मुझे अच्छा है कि सब लोग मेरे सपोर्ट करेंगे यहाँ पर केरला में. നമ്മുടെ മെയിനായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗവേണൻസ് അല്ലെങ്കിൽ എല്ലാവരെയും കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു ഫാക്ടർ അല്ല ശരിക്കും കേരള ബോക്സിംഗ് കൗൺസിൽ ഉദ്ദേശിക്കുന്നത്. കേരള ബോക്സിംഗ് കൗൺസിൽ ഉള്ളത് ടു സപ്പോർട്ട് എവ്രി വൺ, ബോക്സേഴ്സ്, പ്രൊമോട്ടേഴ്സ്, കോച്ചസ്, അങ്ങനെ എല്ലാ കാറ്റഗറിയിലുമുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക. സോ ദാറ്റ് ആ സ്പോർട്ട് ഇവിടെ വളരുക, അതായത് പ്രൊഫഷണൽ ബോക്സിംഗ് എന്ന സ്പോർട്ട് കേരളത്തിൽ വളരുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. We have Rajesh, we have Sham, and then we have Taufik, and we have Wajid who's here, and the 2 ladies who are also part of them. They've done an excellent job. We just have to wait tomorrow. Tomorrow is going to be a good day. Get to watch great matches over there, boxing matches, and may the best boxer win. And in fact, by these people organizing such events, it gives professional boxing an uplift in Kerala itself, and not only in Kerala, for India. Other promoters are also looking at India because they know the boxing level is gradually growing. റിങ്ങിൻ്റെ ഉള്ളിൽ അത് ഞങ്ങൾ എൻജോയ് ചെയ്യും, പുറത്ത് നിന്നിട്ട് അത് നിങ്ങൾ എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ.